ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം, വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും എന്നുള്ളതാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നുള്ള ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്താൽ സാമ്പത്തികം വളരെയധികം വന്നു ചേരുന്ന ചില ചെറിയ പൊടിക്കൈകൾ, ചില രഹസ്യങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ നിസ്സാരമായ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമശിവായ ഒരു പ്രത്യേക ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ജപിച്ചാൽ ധനം വരും, മഹാലക്ഷ്മി വരും, അങ്ങനെയുള്ള ചില രഹസ്യവിദ്യകൾ. അതോടൊപ്പം ഈ ഭഗവാനെ കൂടെ ഈ വീഡിയോയിൽ ഭഗവാനെ കൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഭവം കൂടെ ഉണ്ടാകുകയാണ്. ഭഗവാനെ കൂടെ ഞാൻ കാണിക്കുകയാണ്. അപ്പം ഭഗവാന്റെ ഒരു വിദ്യ വീഡിയോയുടെ അവസാനം ഏതൊരാൾക്കും മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യാം. ഇതൊരു ശിവലിംഗമാണ്. ഇത് കാശിയിൽ നിന്ന് എനിക്കിവിടെ ഒരാൾ കൊണ്ട് തന്നതാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടുകൂടി ആ ശിവനാമം ജപിക്കുന്ന ആ എൻ്റെ ഓഫീസിലിരിക്കുന്ന ശിവലിംഗമാണത്. അപ്പം ഭഗവാന്റെ ഒരു അതീവ രഹസ്യമായ, ആരും പറഞ്ഞു തരാത്ത ഒരു വിദ്യ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന ചിന്തയിൽ മാത്രമാണ്, അല്ലാതെ എൻ്റെ മനസ്സിൽ യാതൊന്നുമില്ല. എല്ലാവരും ഭഗവാനെ അറിയണം, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണം, പാർവതിയുടെയും ശിവഭഗവാന്റെയും എല്ലാവരും നന്മ ഉണ്ടാകണം എന്നൊറ്റ ചിന്ത എനിക്കുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഭഗവാനെ നിങ്ങളൊന്ന് കണ്ടുകൊള്ളൂ. നിങ്ങൾക്കും അതൊരു എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണ്. ഈ വീഡിയോ മുഴുവൻ കാണുന്നവരെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. ഇത് സാക്ഷാൽ കാശിയിൽ നിന്ന് വന്ന ശിവലിംഗമാണ്. ഞാൻ ഈ ശിവലിംഗത്തിൻ്റെ മുന്നിൽ നിന്നാണ് ശിവനാമങ്ങൾ ജപിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഭഗവാനെ ഒന്ന് കണ്ടോളൂ. കാരണം ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞിരുന്ന കാര്യമെല്ലാം ഭഗവാന്റെ അമ്മയുടെ അനുഗ്രഹമാണ്. എൻ്റെ കഴിവില്ല, എനിക്കൊരു കഴിവുമില്ല. അപ്പം ഞാൻ ഭഗവാനെക്കുറിച്ച് അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അമ്മയുടെയും എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, എങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എന്നിട്ട് അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ ഇന്ന് വാട്സപ്പ് നോക്കിയിട്ടില്ല. ഒരുപാട് മെസ്സേജ് നോക്കാൻ കിടപ്പുണ്ട്. നാളെ വാട്സപ്പ് നോക്കത്തുള്ളൂ. അപ്പോൾ വാട്സപ്പിൽ പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സദയം അവരൊക്കെ ക്ഷമിക്കുക. കുറേ തിരക്കായിരുന്നു, ഒരുപാട് തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് നോക്കാൻ പറ്റിയില്ല. ഞാൻ നാളെ നോക്കി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടവർക്കൊക്കെ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇനിയും ഇപ്പോൾ വീഡിയോയിലേക്ക് വരികയാണ്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പാർവ്വതീദേവിയുടെയും ഭഗവാൻ ശിവഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്മ ഉണ്ടാകട്ടെ. ഈശ്വരനെ അറിയട്ടെ. സാക്ഷാൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇനി വീഡിയോയിലേക്ക് വരാം. പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാര് മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. അപ്പം അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നുള്ളതാണ്. അതിലാദ്യം പറയുന്ന നക്ഷത്രം വിശാഖമാണ്. അപ്പം ഞാൻ അതിനെ കുറച്ച് രഹസ്യങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതൊക്കെ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ ചില പ്രത്യേകതയുള്ള ഒരു നക്ഷത്രമാണ്. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ ചില പ്രത്യേകതകൾ ഉള്ള നക്ഷത്രമാണ്. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമായ കാര്യങ്ങളാണ്. അത് അങ്ങനെ ആരും പറയാത്ത കാര്യങ്ങളാണ്. വിശാഖ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത, അവർക്ക് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടതായി വരാം. യാത്രകൾ. അപ്പോൾ ഈ വിശാഖ നക്ഷത്രം എന്ന് പറഞ്ഞ നക്ഷത്രം DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയിൽ വരുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മനസ്സിൽ ആലോചിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും. അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മനസ്സിൽ കിട്ടും. എല്ലാ കാര്യങ്ങളുമില്ല, ഇവരുടെ മനസ്സ് ആ ഒരു പ്രത്യേക അവസ്ഥയെ വരുമ്പോൾ അത് രാഹു കർമ്മ വരുന്നതുകൊണ്ടാണ്. രാഹു എന്ന് വച്ചാൽ അതീന്ദ്രിയമായ ചില കഴിവുകൾ, നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക കഴിവുകൾ രാഹു കർമ്മ ഉള്ളവർക്ക് ഉണ്ടാകും. അപ്പോൾ ഇവർക്കും വിശാഖ നക്ഷത്രക്കാർക്കും
അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ മനസ്സിൽ അതിനു മുമ്പേ ഇവരുടെ മനസ്സിൽ കിട്ടുമെന്നുള്ളതാണ്. ഇവർക്ക് ഈ രാഹു കർമ്മ ഉള്ളതുകൊണ്ട് തന്നെ യാത്രകൾ വളരെ ചെയ്യേണ്ടതായി ചിലപ്പോൾ വരാം. അതുപോലെ തന്നെ അലച്ചിലുകൾ, മാനസികമായ ടെൻഷൻ, പിന്നെ ശാരീരികമായ അലച്ചിലുകൾ. ഇവരുടെ ഒരു പ്രത്യേകത അധിക ഉത്തരവാദിത്വം ജീവിതത്തിൽ പലപ്പോഴും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതാ ഞാൻ പറഞ്ഞ മറ്റാരും പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അധിക ഉത്തരവാദിത്വം, ഇവർക്ക് കൂടുതലായിട്ട് ഉത്തരവാദിത്വം വഹിക്കേണ്ടതായിട്ട് വരും. അതും ഈ രാഹു കർമ്മയുടെ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ അധിക ഉത്തരവാദിത്തങ്ങളൊക്കെ പലപ്പോഴും വഹിക്കേണ്ടതായിട്ട് വരാം എന്നുള്ളതാണ്. മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളെ ധാരാളം തരണം ചെയ്യേണ്ടതായിട്ടും ഇവർക്ക് വരും. പക്ഷെ ഇവരതിനെ ഫലപ്രദമായി തരണം ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ പ്രാരാബ്ദങ്ങൾ പലപ്പോഴും അത് ചിലപ്പോൾ ചിലർക്ക് ജോലി സംബന്ധമായിട്ടായിരിക്കും, ചിലർക്ക് വീട്ട് സംബന്ധമായിട്ടായിരിക്കും. അങ്ങനെ പലർക്കും പല രീതിയായിരിക്കും. ചിലർക്ക് ചിലപ്പം വീട്ടിൻ്റെ ഉത്തരവാദിത്വം അധികം കാണത്തില്ല, പക്ഷെ ജോലി സംബന്ധമായി ഭാരിച്ച ഉത്തരവാദിത്വമായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുന്നതുകൊണ്ട് ഇവർക്ക് അനുഭവ പരിചയം വളരെ കൂടുതലായിരിക്കും, മറ്റുള്ളവരെക്കാൾ അനുഭവ പരിചയം. അതുകൊണ്ട് നമ്മൾ ഇവരോട് ഒരു അഡ്വൈസ് ചോദിച്ചാൽ, ഒരു ഉപദേശം ചോദിച്ചാൽ കറക്റ്റായിട്ട് ഇവർക്ക് പ്രാക്ടിക്കൽ ബുദ്ധിയോട് കൂടി പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ കൃഷ്ണൻ, മുരുകൻ, ഭദ്രകാളി ഈ ദേവതകളെ വണങ്ങുന്നതും, അതുപോലെ ഉയർന്ന അതായത് അല്പം പൊക്കത്തിലുള്ള ഉയർന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും ഇവരുടെ ജീവിതം മാറ്റും. അതാ പറഞ്ഞാൽ മറ്റാരും പറഞ്ഞുതരാത്ത ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇവരുടെ ഉയർന്ന സ്ഥലത്ത്, അതായത് ചില ശിവക്ഷേത്രങ്ങൾ ചില സ്ഥലത്ത് പൊക്കത്തിലാണ്, സാധാരണയേക്കാൾ പൊക്കത്തിലായിരിക്കും. അങ്ങനെയുള്ള ശിവക്ഷേത്രങ്ങൾ അല്ലെ മലദൈവ രീതിയിലുള്ള ആരാധനയുള്ള ശിവക്ഷേത്രങ്ങൾ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ശിവക്ഷേത്രം ഞാൻ പറയാം. അതായത് പത്തനംതിട്ടയിലൊക്കെ ഉണ്ട് ഈ വളരെ ഉയർന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രങ്ങൾ. ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. അങ്ങനെ പലയിടത്തും ഉണ്ട് ഉയർന്ന പൊക്കത്തിലുള്ള ശിവക്ഷേത്രങ്ങൾ. അങ്ങനെ ഈ വിശാഖ നാളുകാർക്ക് അത്തരം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇതൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണ്. കുടുംബ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് ചിലപ്പം ഭാര്യയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ വിശാഖമാണ് ഭർത്താവുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില മക്കളുമായിട്ടായിരിക്കാം. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, അലച്ചിലുകൾ ഉണ്ടാകാം, ഉലച്ചിലുകൾ ഉണ്ടാകാം കുടുംബജീവിതത്തിൽ. അപ്പോൾ ഇവർക്ക് അതിന് ഏറ്റവും ഫലപ്രദമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ കൃഷ്ണനെ വിളിച്ചാൽ, അതുപോലെ തന്നെ ഉയർന്ന പൊക്കമുള്ള ശിവക്ഷേത്രത്തിൽ ഐക്യമത്യാർച്ചന ചെയ്താൽ, അതുപോലെ കൃഷ്ണനെ കൂടെ വിളിച്ചാൽ പെട്ടെന്ന് അതൊക്കെ മാറി കുടുംബ ഐക്യം, കുടുംബസുഖം ഉണ്ടാകും. ഇനിയും പറയാൻ പോകുന്നത് ശ്രേഷ്ഠന്മാരായ മക്കൾ, അതാ പുത്രനായിക്കോട്ടെ പുത്രി ആയിക്കോട്ടെ, ഈ വിശാഖ നാളുകാർക്ക് പലപ്പോഴും ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. ഇതാരും പറയത്തില്ല. അതായത് ശ്രേഷ്ഠന്മാരായ മക്കൾ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ എങ്കിലും അങ്ങനെ ഒരു ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഒരു യോഗമുള്ളവരാണ്. പുത്രനോ പുത്രിയോ ശ്രേഷ്ഠന്മാരായ കുട്ടികൾ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ കൂടുതൽ പല കാര്യങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ അറിവ് സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. ആവശ്യത്തിൽ കൂടുതൽ നോളജ് സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിശ്വസിക്കത്തില്ല. തലയൊക്കെ ആയിട്ടും ഇവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ വിശ്വസിക്കത്തുള്ളൂ. അപ്പം വിശാഖം രാഹു കർമ്മയെ വരുന്നതാണ്. DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ഈ വിശാഖത്തിന് എത്ര രഹസ്യങ്ങളുണ്ട്. ഇതെന്തിനു പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണും, അച്ഛനോ അമ്മയോ മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും. നമ്മൾക്ക് അറിയാവുന്ന അറിവുകൾ നമുക്കും പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ വിശ്വാസം നാളാണേലും അല്ലേലും ഇത്തരം അറിവുകൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ ഇവർക്ക് ചിലപ്പം കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹു കർമ്മ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അടുത്ത് പറയാൻ പോകുന്ന നക്ഷത്രം ചതയമാണ്. ഈ ചതയം നക്ഷത്രക്കാർക്കും ഈ ഒരു കഴിവ് ഉണ്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ഒരു ഇൻഡ്യൂഷൻ കിട്ടാം, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം.
ചതയ നക്ഷത്രവും രാഹു കർമ്മയിൽ വരുന്നതാണ് DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. അതുകൊണ്ടാണ് ഈ ചതയ നക്ഷത്രത്തിനും ശ്രേഷ്ഠന്മാരായ സന്താനങ്ങളുടെ യോഗമുള്ള നക്ഷത്രം തന്നെയാണ്. പിന്നെ ഓരോരുത്തരും ജനിച്ച സമയമൊക്കെ അനുസരിച്ച് ഇത് മാറ്റം വരാം. ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, എങ്കിലും സാധ്യത കൂടുതലാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്. അങ്ങനെയാണ് ഈ വീഡിയോയിൽ മുഴുവൻ പറയുന്ന നക്ഷത്രക്കാരെ കുറിച്ചും പൊതുവായ ഒരു ഇതാണ് പറയുന്നത്. ജനിച്ച സമയമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും, എങ്കിലും സാധ്യത കൂടുതലാണ്. ചതയ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ ശ്രേഷ്ഠന്മാരായ അല്ലെ നല്ല നല്ല പദവിയിലെത്തുന്ന അല്ലെ നല്ല രീതിയിലുള്ള നല്ല ഉയർച്ചയുള്ള അല്ലെ നല്ല കഴിവുള്ള സന്താനങ്ങൾക്ക് അനുഭവം ഉള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവര് ഈ സാമ്പത്തികമായ ക്രമക്കേടുകളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. ചതയം സാമ്പത്തികമായ തട്ടിപ്പുകളിൽ, സാമ്പത്തികമായ ക്രമക്കേടുകളിൽ ഒക്കെ ചാടാതെ ശ്രദ്ധിക്കണം. പിന്നെ പണം തെറ്റായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ, പണം ഈ തട്ടിപ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കൊണ്ട് പണം നിക്ഷേപിക്കാതെ ഒക്കെ ശ്രദ്ധിക്കണം. ഈ ചതയ നക്ഷത്രക്കാർക്കും അധിക ഉത്തരവാദിത്വം വഹിക്കേണ്ടതായിട്ട് വരാം. യാത്രകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. രാഹു കർമ്മയിൽ വരുന്നതാണ്. ഇനിയും അടുത്ത പറയുന്ന നക്ഷത്രം പൂയമാണ്. ഈ പൂയ നക്ഷത്രക്കാർക്ക് രാഹു കർമ്മ വരുന്നതാണ് DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഇവർക്കും വളരെയധികം അലച്ചിലുകൾ, ക്ലേശം, യാത്രകൾ ഒക്കെ ഉണ്ടാകാമെന്നുള്ളതാണ്. ഇവര് സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർക്കും മറ്റുള്ളവരുടെ ജോലിയും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരിക, അധിക ഉത്തരവാദിത്വം വഹിക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പൂയ നക്ഷത്രക്കാർക്കും ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിൽ തോന്നാം. അങ്ങനെയുള്ള ഒരു കഴിവ് ഈ പൂയ നക്ഷത്രക്കാരിലും ഉണ്ടാകാമെന്നുള്ളതാണ്. എല്ലാവർക്കും ഇതുണ്ടെന്നല്ല, ചിലർക്കെങ്കിലും അതിന് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം രാഹു കർമ്മ വരുന്ന നക്ഷത്രമാണ്, അത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം തിരുവാതിരയാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാരും ഇപ്പോൾ ഒരു തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ പോലും ഭർത്താവിനേക്കാൾ അധിക ഉത്തരവാദിത്വം, അധിക ചുമതല, അധിക ടെൻഷൻ ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ആയിരിക്കും ഏറ്റെടുക്കുന്നത്. അവരങ്ങ് ഏറ്റെടുക്കും. ഭർത്താവിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഭർത്താവ് പറഞ്ഞിട്ടും ആയിരിക്കത്തില്ല, ഇവർ സ്വയം അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ അധിക ടെൻഷൻ, അധിക ഉത്തരവാദിത്വം ഇതെല്ലാം അങ്ങ് തലയെ വെച്ചുകൊണ്ട് നടന്ന്, പക്ഷെ അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യും. പിന്നെ ടെൻഷന്, ചിലർക്ക് ചിലപ്പം ദൂരെ യാത്രകൾ അല്ല യാത്രകളെ, ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കെല്ലാം യാത്രകൾ ഉണ്ടാകാം. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ചിലർക്ക് ചിലപ്പോൾ അടുത്തുള്ള പിന്നെ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാകാം. ചിലർക്ക് ചിലപ്പം അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാകാം. അത് രാഹുകർമ്മ ആയതുകൊണ്ടാണ് യാത്ര ഉണ്ടാകുന്നത്. അപ്പം ആ യാത്രകൾ ഉണ്ടാകാം. അതുപോലെ ഈ തിരുവാതിര നക്ഷത്രക്കാരും സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവർക്കും മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ചിലപ്പോൾ മനസ്സിൽ കിട്ടാം. ഇവരും രാഹു കർമ്മ വരുന്ന നക്ഷത്രം തന്നെയാണ്. അതാണ് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ കിട്ടാനുള്ള കാര്യം. അടുത്ത പറയുന്ന നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാരും അങ്ങനെയുള്ള നക്ഷത്രം തന്നെയാണ്. ഇവർക്ക് ചോതി നക്ഷത്രക്കാർക്കും ചില ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് ചില മനസ്സിൽ കിട്ടും, അല്ലെങ്കിൽ ഇവർ മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം. അത് രാഹു കർമ്മ വരുന്നതല്ല. ഇപ്പം തിരുവാതിരയും ചോതിയും രാഹു കർമ്മ വരുന്നതല്ല. വിശാഖം, പൂയം, ചതയമാണ് രാഹു കർമ്മ വരുന്നത് DNA അസ്ട്രോളജി അനുസരിച്ച്. തിരുവാതിരയും ചോതിയും നമ്മുടെ സാധാരണ ജ്യോതിഷം അനുസരിച്ച് അവർ തിരുവാതിരയും ചോതിയും നക്ഷത്രക്കാർ ജനിക്കുന്ന രാഹു ദശയിലാണ്. അതാണ് അവർക്കുള്ള ബന്ധം കേട്ടോ. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ തിരുവാതിര രാഹു കർമ്മയാന്ന് പറഞ്ഞു, ചോതി രാഹു കർമ്മയാന്ന് പറഞ്ഞു. അത് സദയം ക്ഷമിക്കുക, അതെനിക്ക് തെറ്റിപ്പോയതാണ്. പക്ഷെ രാഹുവായിട്ട് അവർക്ക് ബന്ധം വരുന്നുണ്ട്. തിരുവാതിരയും ചോതിയും നക്ഷത്രക്കാർ ജനിക്കുന്ന രാഹു ദശയിലാണ്. അങ്ങനെ ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധം വരുന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് രാഹുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഇത് ഒരുപാട് അനുഭവങ്ങളിൽ ഇത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവാതിരയ്ക്കും ഈ പറഞ്ഞ ഇൻഡ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ചിലപ്പം സാധിക്കും, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള യാത്ര, അലച്ചില്, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാൻ സൂക്ഷിക്കുക. ഈ തിരുവാതിരയ്ക്കും ബാധകമാണ്. അതുപോലെ ചോദിക്കും ഈ ഒരു ഇൻഡ്യൂഷൻ
മുൻകൂട്ടി നടക്കുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി ഇവരുടെ മനസ്സിൽ തെളിയും, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാം. അതുപോലെ അധികമായ ടെൻഷൻ, അലച്ചിലുകൾ, അല്ലെ യാത്രകൾ ആവശ്യമായിട്ട് വരിക, ശ്രേഷ്ഠന്മാരായ സന്താനങ്ങൾ ഉണ്ടാകുക, അതും ഇവർക്കും ബാധകമാണ്. ശ്രേഷ്ഠന്മാരായ സന്താനങ്ങൾ ഉണ്ടാകുക, അല്ലെ സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, ഇതിനൊക്കെയുള്ള സാധ്യതകളും ഉണ്ട്. പിന്നെ അവരവരൊക്കെ ജനിച്ച സമയം വെച്ച് ഇതിലൊക്കെ വ്യത്യാസവും വരാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പോടെ ശരിയാകണം, എന്താ അത് അങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ടാകത്തുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്വഭാവം, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, അതുകൂടെ അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഈശ്വരാധീനം, പിന്നെ നമ്മുടെ ഓരോരുത്തരും ജനിച്ച സമയം വെച്ച് ഇതിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അതൊക്കെ മനസ്സിലാക്കുക. ഒരു ഏകദേശമാണ് ഞാൻ പറയുന്നത്, അല്ലെ ഏറെക്കുറെയാണ്, അല്ലെ ചിലർക്കെങ്കിലും ഇതിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചോദ്യ നക്ഷത്രക്കാരും രാഹു സ്വാധീനം ഉള്ളവർ തന്നെയാണോ? ഇത് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, ഞാനത് എല്ലാം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചില രഹസ്യങ്ങളുണ്ട്, രാഹുവായിട്ട് കണക്ഷൻ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ 5 നക്ഷത്രങ്ങൾക്കും. അതിൽ 3 നക്ഷത്രങ്ങൾ രാഹു കർമ്മയിലുള്ളതാ, വിശാഖം, പൂയം, ചതയം. മറ്റേത് തിരുവാതിര, ചോതി, അത് രാഹു ദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രക്കാർ രാഹു ദശയിലാണ് ജനിക്കുന്നത്. അപ്പം ഇത് പല 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 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് കച്ചവടം നല്ലതാണ്. പിന്നെ കച്ചവടങ്ങൾ, ആക്രി ബിസിനസ്, മറ്റുള്ളവർ ചെയ്യാത്ത പണം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ, ആക്രി ബിസിനസ്, കച്ചവടം, ടെക്നിക്കല്, രാഷ്ട്രീയം, സിനിമ, സീരിയൽ, അഭിനയം, കലാപരമായ മേഖലകൾ ഒക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള മേഖലകളും ഒക്കെ നല്ലത് തന്നെയാണ്. തിരുവാതിരയ്ക്കാണെങ്കിൽ ടെക്നിക്കൽ മേഖലകൾ, ഫിനാൻസ് മേഖലകൾ, അങ്ങനെയുള്ള മേഖലകളും നല്ലത് തന്നെയാണ്. അപ്പം ചില രഹസ്യങ്ങളൂടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് ഒരു വീട്ടിൽ സാമ്പത്തിക നില മാറണമെന്നുണ്ടെങ്കിൽ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ നല്ലതാണ്. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം ഇനിയും പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ശനിയാഴ്ച ദിവസം ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് നിങ്ങൾ പറ്റുന്ന അത്രയും മനസ്സിൽ ജപിക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നല്ല സാമ്പത്തികമായിട്ട് മാറ്റം വരും. ഗോവിന്ദ ഗോവിന്ദ എന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്കിന്റെ മുന്നിൽ നിന്നൊക്കെ വാ കൊണ്ട് തന്നെ ജപിക്കാം, കിടക്കപ്പായിരുന്നൊക്കെ. അല്ലാത്തപ്പോൾ ഫ്രീ ആയിട്ട്, എന്ന് വെച്ചാൽ ജോലിക്കിടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഗോവിന്ദ ഗോവിന്ദ എന്ന് മനസ്സുകൊണ്ട് പറ്റുന്ന അത്രയും ജപിക്കണം. ശനിയാഴ്ച ദിവസം അത്ഭുതകരമായ ജീവിതം മാറും. ഇനി ഒരു രഹസ്യം പറഞ്ഞുതരാം. അതായത് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ നമ്മൾ മത്സ്യം, മാംസം ഇതൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയരുത്. ശുദ്ധ മനസ്സോടെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ക്ഷേത്ര ദർശനം ചെയ്യുക. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ അന്നദാനം പറ്റുമെങ്കിൽ നടത്തുക. കൂടുതൽ സമയവും വെള്ളിയാഴ്ചയാണെങ്കിൽ ഓം കൃഷ്ണായ നമ വാഗുണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം ഫ്രീ ആയിട്ടിരിക്കുമ്പം. വെള്ളിയാഴ്ചയല്ല വ്യാഴാഴ്ചയാണെങ്കിൽ ഓം കൃഷ്ണായ നമ വാഗുണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. വ്യാഴാഴ്ചയാണെങ്കിൽ ഓം കൃഷ്ണായ നമ മനസ്സുകൊണ്ടോ വാഗുണ്ടോ ജപിക്കാം. വെള്ളിയാഴ്ചയാണെങ്കിൽ സർവമംഗളമംഗല്യേ ജപിക്കാം. ഓം ശ്രീം ഹ്രീം ഐം കുബേരലക്ഷ്മിയെ കമലധാരിണ്യെ ധനാകർഷണ്യെ സ്വാഹ ഈ മന്ത്രങ്ങൾ ജപിക്കാം. ഇത് വ്യാഴോ വെള്ളി ഏതെങ്കിലും ഒരു ദിവസം മതി. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മത്സ്യമാംസാദികൾ പാടെ ഉപേക്ഷിക്കണം. ഈ 2 ദിവസമെങ്കിലും. ഇപ്പം എല്ലാ ദിവസവും ഉപേക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരത്തില്ല. പറ്റുന്നവര് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ, വ്യാഴാഴ്ച ചെയ്യുന്നവർ വെള്ളിയാഴ്ച ചെയ്യേണ്ട, 2 ദിവസം കൂടെ ഒന്നും ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി. മത്സ്യമാംസാദികൾ മാസത്തിൽ 1 ചെയ്താൽ മതി. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. അന്ന് ഉച്ചയുറക്കം പാടില്ല. ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്, അഹങ്കാരം പറയരുത്, മറ്റുള്ളവരെ കുറ്റം പറയരുത്. പിന്നെ ആഹാരം ശ്രദ്ധിക്കണം. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. ക്ഷേത്ര ദർശനം ചെയ്യണം. വ്യാഴാഴ്ചയാണ് കൃഷ്ണനെ, വെള്ളിയാഴ്ചയാണ് ഭദ്രകാളി. വ്യാഴാഴ്ചയാണ് കൃഷ്ണന്റെ നാമങ്ങൾ ജപിക്കണം. വെള്ളിയാഴ്ചയാണെങ്കിൽ ദേവിയുടെ നാമങ്ങളും മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങളൂടെ ജപിച്ചുകൊള്ളണം. ഇത് നിങ്ങൾ മാസത്തിൽ 1 ചെയ്ത് നോക്കുക. ഇതിന് വലിയ പൈസയൊന്നും വേണ്ട. ചിലരോട് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, സാറേ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞാൻ പറയുന്നത് നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി എല്ലാ കാര്യവും. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിത വഴിപാട്, ഒന്നുമില്ലെങ്കിലും ഒരു എണ്ണയെങ്കിലും 10-20 രൂപയുടെ വെക്കുക, അല്ലെങ്കിൽ ഒന്നും വെച്ചില്ലെങ്കിലും പോയി തൊഴുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പലർക്കും ചെയ്യാൻ അതൊരു
ഒരു ചെയ്യാനുള്ള ഒരു മനസ്സ് കുറവായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പം ഇത് ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ വിദേശത്തുള്ള മലയാളികളുണ്ട്, അത് ഒരുപാട് രാജ്യങ്ങളിലുള്ളതുണ്ട്. അപ്പം അവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം, നാട്ടിലുള്ളവർക്കും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുടെ വിദ്യയും ശനിയാഴ്ചയുടെ വിദ്യയും ഇത് ശരിക്കും ജീവിതം മാറ്റും, അത്ഭുതകരമായിട്ട് ജീവിതം മാറ്റും. മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി. മാസത്തിൽ ഒരു ശനി, മാസത്തിൽ ഒരു ശനി, പിന്നെ മാസത്തിൽ ഒരു വെള്ളിയോ വ്യാഴമോ. അപ്പോൾ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ചയും അല്ലെ മാസത്തിൽ അതോടൊപ്പം മാസത്തിലെ ഒരു വെള്ളിയോ അല്ലെങ്കിൽ ഒരു വ്യാഴമോ ഈ പറഞ്ഞ രീതിയിൽ അന്നദാനം പറ്റുവാണ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് മാറ്റം വരും. അത്ഭുതകരമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യം. ഒരുപാട് ഭഗവാൻ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും. അതുപോലെ തന്നെ വളരെ രഹസ്യമായ ഒരു കാര്യം പറയാം. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് നെയ്യും കൂവളത്തിലെ അർച്ചനയും കൊടുത്താൽ പെട്ടെന്ന് സമ്പത്ത് വരും. തിങ്കളാഴ്ച രാവിലെ ശനിയാഴ്ച വൈകിട്ടും ഇത് ചെയ്യണം. അല്പം നെയ്യ് മേടിച്ച് സമർപ്പിക്കുക, കൂവളത്തിലെ അർച്ചനയും കൂടെ കൊടുക്കുക. അപാരമായ സമ്പത്ത് വരും. ഭഗവാനോട് സമ്പത്തോട് ആവശ്യപ്പെടണം. കടങ്ങളൊക്കെ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും വേണ്ടിയാണ് ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് കടം, സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ. അപ്പം അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഇനിയും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യമാണ്. ഇതെല്ലാം സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് നമശിവായ എന്ന് മാത്രം ഓം ചേർക്കാതെ രാവിലെ ജപിക്കുക. പണം വരും, മഹാലക്ഷ്മി കൂടെ നിൽക്കും. സത്യമായ വിദ്യയാണ്. നമശിവായ നമശിവായ എന്ന് പടിഞ്ഞാട്ടിരുന്ന് ജപിച്ചിട്ട് ഭഗവാനോട് സാമ്പത്തികം ആവശ്യപ്പെടണം. ഭഗവാൻ എനിക്ക് ജീവിക്കാൻ അന്നന്നേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ മതി. അല്ലെ എനിക്ക് വലിയ കൊട്ടാരം വേണമെന്നോ അങ്ങനെ പോലെ എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ ഭഗവാനെ എന്ന് പറയുക. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. ജപിക്കുന്ന വാഗുകൊണ്ടായിരിക്കണം. നമശിവായ ഓം ചേർക്കണ്ട, പടിഞ്ഞാട്ടിരുന്ന് ജപിക്കണം. സമ്പത്ത് വരും. ദത്യേന ചെയ്യുക രാവിലെ. അതുപോലെ തന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നമശിവായ ജപിക്കുക. നമ്മുടെ പാപങ്ങൾ ശമിക്കും, മനഃശുദ്ധി ഉണ്ടാകും, കർമ്മശുദ്ധി ഉണ്ടാകും. പെട്ടെന്ന് ലൈഫിൽ ചേഞ്ചുകൾ വരും. നമ്മുടെ പാപങ്ങൾ ശമിക്കുമ്പോഴാണ് നമ്മളൊരു വഴിപാട് ചെയ്താലും ഫലം ഉണ്ടാകുന്നത്. നമ്മുടെ കർമ്മദോഷങ്ങൾ മാറണം. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്ന ഭഗവാന്റെ അത്ഭുതകരമായ ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഒരു രാവിലെ എപ്പോൾ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. രാവിലെ ഇത് വടക്കോട്ടിരുന്നോ, പടിഞ്ഞാട്ടിരുന്നോ, കിഴക്കോട്ടിരുന്നോ, ഏത് ദിക്കിലോട്ടിരുന്ന് വേണേലും ചെയ്യാം. രാവിലെ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ല രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ലതാണ്. ഒരു വെളുപ്പിനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്കോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണരുന്നെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും ചെയ്താലും മതി, ഫലം ഉണ്ടാകും. അതായത് നിങ്ങളൊരു കൂവളം മനസ്സിൽ കാണുക. അത് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നോ, കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ, വടക്കോട്ട് തിരിഞ്ഞിരുന്നോ ഇത് ചെയ്യാം. ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് കസേര ഇരിക്കാൻ പറ്റുന്ന ഒരു കസേര ഇരിക്കുക. ഒരു കൂവളം കാണുക. ആ കൂവളത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലൊരു ശിവലിംഗം മനസ്സിൽ കാണുക. ഇതുപോലൊരു ശിവലിംഗം മനസ്സിൽ കണ്ടാൽ മതി, മനസ്സിൽ കാണുക. എന്നിട്ട് ഈ ശിവലിംഗത്തിൽ നിങ്ങൾ കൊണ്ടുപോയി നെയ് സമർപ്പിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. അപ്പോൾ ജപിക്കേണ്ട മന്ത്രം നമശിവായ ശ്രീം, നമശിവായ ശ്രീം. രണ്ട് മന്ത്രമാണ് കേട്ടോ. നമശിവായ ശ്രീം. ശ്രീം എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ശ്രീം. നമശിവായ ജപിച്ചിട്ട് ശ്രീമും കൂടെ ജപിക്കുക. 2 മാത്രമാണ്. നമശിവായ ശ്രീം, നമശിവായ ശ്രീം എന്ന് മനസ്സിൽ ജപിച്ചാൽ മതി. എന്നിട്ട് ഈ ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നമശിവായ ശ്രീം, നമശിവായ ശ്രീം, നമശിവായ ശ്രീം എന്ന് മനസ്സിൽ ജപിച്ച് ഇതൊരു 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്യുക. നിത്യേന ചെയ്യുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി വരും. അതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ചകളിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം ഭഗവാന് കൊടുക്കുക. പാർവതീദേവിക്ക് ഒരു പിൻവളക്ക് ചെയ്യുക. ഭഗവാനോട് നന്ദി പറയുക. അല്പം നെയ്യ് കൈപ്പിടിച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ട് നടക്കി വെക്കുക. അത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച രാവിലെയോ വൈകിട്ടോ ശിവക്ഷേത്രത്തിൽ ചെയ്യണം. ഇതോടൊപ്പം നിങ്ങൾക്ക് ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നൽകും. നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും.
ഭഗവാനെ ഭോലേനാഥൻ എന്നാണ് വിളിക്കുന്നത്. ഭോലേനാഥൻ എന്ന് പറഞ്ഞാൽ ഉടനെ തരുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഭഗവാൻ നിങ്ങളുടെ ബോധമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ബോധമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഭഗവാൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് കാര്യം ചെന്നാലും പെട്ടെന്ന് നടക്കും. അതാണ് ഭഗവാനെ ഭോലേനാഥൻ എന്ന് പറയുന്നത്. പിന്നെ ഭഗവാൻ ഊർജമാണ്, ചൈതന്യമാണ്, എല്ലാത്തിനകത്തും ഉണ്ട്. പ്രപഞ്ചത്തിൽ എല്ലാത്തിനകത്തും ഭഗവാനുണ്ട്. എന്നാൽ ഭഗവാൻ ഒന്നിലും ഇടപെടുന്നുമില്ല. ആരുടെയും സ്വാതന്ത്ര്യത്തിലോ കർമ്മത്തിലോ ഇടപെടത്തില്ല. എന്നാൽ ഭഗവാൻ എല്ലാം നിയന്ത്രിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ വിശ്വനാഥൻ എന്നറിയപ്പെടുന്നത്. വിശ്വനാഥൻ. പിന്നെ ഭഗവാൻ എല്ലാത്തിനകത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ സദാശിവൻ. സദാ എല്ലാത്തിനകത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാകും, എപ്പോഴും ഉള്ളത് മാത്രമാണ് സദാശിവ. സദാശിവൻ, സദാശിവ, സദാശിവ, സദാശിവ. ഇപ്പം ഭഗവാന് ശുദ്ധി അശുദ്ധിയില്ല. കാരണം ഭഗവാൻ ഊർജമാണ്, ചൈതന്യമാണ്. ഭഗവാന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധിക്കത്തില്ല. പിന്നെ ഭഗവാനെ ഒരു നിമിഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനഃശുദ്ധിയോടെ വിളിച്ചാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ എത്രയോ ജന്മങ്ങൾ വിളിച്ചാലും ഫലം ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. ഒരു നിമിഷം മതി ഭഗവാൻ അനുഗ്രഹിക്കാൻ. പക്ഷെ നിങ്ങൾ ഭഗവാനെ എത്രമാത്രം ശുദ്ധ മനസ്സോടെ വിളിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ചിലപ്പം എത്ര നാൾ കഴിഞ്ഞാലും അനുഗ്രഹം കിട്ടണമെന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ നന്മ, പ്രവൃത്തി, കർമ്മശുദ്ധി, മനഃശുദ്ധി, ഇതാണ് പ്രധാനം. ഭഗവാനെ കർമ്മശുദ്ധിയോടെ മനഃശുദ്ധിയോടെ വിളിച്ചാൽ പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ഭഗവാനെ പകുതി നമുക്ക് ഭഗവാനെ വിളിക്കാം. അത് പകുതി ഭാഗം നമുക്ക് നമ്മുടെ കയ്യിലാണ്, പകുതി ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ വിചാരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. നമുക്ക് മേടിച്ചെടുക്കാനോ നമ്മൾ വിചാരിക്കുമ്പോഴോ കിട്ടുന്നതല്ല. നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കാമെന്ന് മാത്രമേ നമ്മളുടെ ഭാഗമുള്ളൂ. അല്ലാതെ നമുക്ക് പിടിച്ചു മേടിക്കാമെന്നോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ സത്യസന്ധമായിട്ട് ശുദ്ധമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഭഗവാനിലെല്ലാം സമർപ്പിക്കുക. ഭഗവാൻ സമയമാകുമ്പോൾ നമുക്കെല്ലാം തരുമെന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മുടെ മനസ്സ് അതുപോലെ ഭഗവാനെ ശുദ്ധമായിട്ട് വിളിച്ചാൽ അപ്പോൾ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു സംശയവും, പെട്ടെന്ന് അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. പിന്നെ അമ്മ പാർവതീദേവിയെ ആദ്യം വിളിക്കണം. കാരണം അമ്മയാണ്, സർവേശ്വരിയാണ്, ജഗദീശ്വരിയാണ്, പരമേശ്വരിയാണ്, ആദിശക്തിയാണ്, ദിവ്യമാതാവാണ്. അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുന്നതായിട്ട് സമർപ്പിക്കുക, വന്ദിക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തിക്കുക. എല്ലാം അമ്മയുടെ പാദങ്ങളിൽ കോടിക്കോടി നന്ദി മഹത്വം പറയുക. എല്ലാം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ ശിവഭഗവാനെ വിളിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ കോടിക്കോടി നന്ദി മഹത്വം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദിവ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് തന്നെ വേറെ ഒരു അപാരമായ ശക്തിയുടെ ഇതെന്നിലേക്ക് ആ ഒരു പ്രവഹിക്കുന്നുണ്ട്. ആ ഒരു വേറൊരു നോളജിലാണ്, വേറൊരു ജ്ഞാനത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് പലതും ഞാൻ പറയുന്നതേ ഉള്ളൂ, ആ ഭഗവാനിൽ നിന്ന് തന്നെ വരുന്ന കാര്യമാണ്. നിങ്ങൾ ഭഗവാന്റെ വഴിയായിരിക്കും പിന്നെ നടക്കുന്നത്. നിങ്ങൾക്ക് നന്മ, സത്യം, ശുദ്ധി ഇതെല്ലാം ഉണ്ടായി വരും. പാർവതീദേവിയെയും ശിവഭഗവാനെയും വന്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എന്ത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഭഗവാന് നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ തീരാൻ ഏറ്റവും നല്ലത് പാൽപ്പായസം ഭഗവാന് സമർപ്പിക്കുക, പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ വടക്കോട്ടിരുന്ന് നമശിവായ ജപിക്കുക, പെട്ടെന്ന് മാറിക്കിട്ടും. പടിഞ്ഞാട്ടിരുന്ന് നമശിവായ ജപിക്കുന്ന ധനത്തിന്, വടക്കോട്ടിരുന്ന് നമശിവായ ജപിക്കുന്നത് മുൻജന്മ പാപങ്ങൾ ശമിക്കാൻ വേണ്ടി. നമശിവായ എന്ന് ജപിച്ചാൽ മതി, ഓം ചേർക്കാതെ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, മനസ്സുകൊണ്ട് ശുദ്ധമാകുക. മഹാഗുരു അഗസ്ത്യൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പുണ്യാത്മാവാണെന്നറിയാവോ? അഗസ്ത്യരായിക്കോട്ടെ, തിരുമൂലരായിക്കോട്ടെ, അവർക്ക് മനസ്സൊക്കെ എത്ര ശുദ്ധമാണ്, അവരെത്ര പുണ്യാത്മാക്കളാണ്. അതുകൊണ്ട് അവർ ശിവൻ തന്നെയാണ്. അവരെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഭഗവാൻ അതിന് നന്ദി മഹത്വം, ഈശ്വരന് നന്ദി മഹത്വം. അത്ര പുണ്യാത്മാക്കളാണ്. അപ്പം മനസ്സിന് ശുദ്ധി കൈവരുമ്പോൾ നമ്മൾ ഈശ്വരനെ അറിയും എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ശുദ്ധി, നന്മ ഇതൊക്കെ ഉണ്ടായി, കരുണ ഇതൊക്കെ ഉണ്ടായി വരുമ്പം ശിവകൃപ, പാർവതി കൃപ, ഗുരുക്കന്മാരുടെ കൃപ ഒക്കെ ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇത് നമുക്ക് കുരുട്ടുബുദ്ധി കൊണ്ടോ ഒന്നും നേടിയെടുക്കാവുന്ന കാര്യമല്ല. ഇതിനെല്ലാം ഡയറക്റ്റ് മാർഗമുള്ളൂ, സത്യസന്ധമായ യാത്ര മാത്രമേ ഉള്ളൂ ശിവനിലേക്ക്. അല്ലാതെ സൂത്രത്തിലോ ഒന്നും നേടിയെടുക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. ഹൃദയശുദ്ധി, മനഃശുദ്ധി, പ്രവൃത്തി, നമ്മളെ നന്മയുള്ള പ്രവൃത്തികൾ, അതിന് ഏറ്റവും നല്ലത് അന്നദാനം നല്ലതാണ്. അശ്രണരെ സഹായിക്കുക,
എന്ന് പറഞ്ഞാൽ ഈ അശ്വരനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട്, ഫ്രോഡുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഒന്നുമല്ല, സത്യസന്ധമായി നമുക്ക് ബോധ്യപ്പെടുന്നവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുക, മനുഷ്യന് അന്നദാനം നടത്തുക, വെള്ളം കുടി. നമുക്ക് ഈ ചിലപ്പം പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഘോഷയാത്രയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കത്തില്ലേ, ഏറ്റവും പുണ്യമാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, നല്ല ഈശ്വരീയമായ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ കൂവളം ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക, കൂവളത്തിന് വെള്ളം ഒഴിക്കുക, കൂവളത്തെ പരിപാലിക്കുക. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവർ നമുക്ക് പറ്റുന്ന ന്യായമായ സഹായങ്ങൾ ചെയ്യുക, അവരുടെ മനസ്സിലൊരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതാണ് ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അവിടെ ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കും. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകാനില്ല. ആ ഉള്ളിലെ നന്മ മാത്രമേ ഇവിടുന്ന് പോകുമ്പം കൊണ്ടുപോകാനുള്ളൂ. അതിന് അവസരം തരുമ്പോൾ, ഈശ്വരൻ അവസരം തരുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണം. അതുപോലെ അച്ഛനെയും അമ്മയും പരിപാലിക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം, അവരോട് ഇരുന്നിടയ്ക്ക് ആഹാരം കഴിക്കണം, അവരോടൊത്ത് സന്തോഷം പങ്കിടണം, അവരെ ഇടയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് ഈശ്വരൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ശിവോഹം ശിവശിവ.